ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഗ്രേപ്പ് വൈനാണ് ഉണ്ടാക്കുന്നത്. ആദ്യം നന്നായി കഴുകി വൃത്തിയാക്കിയ ഗ്രേപ്സിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച്, അത് മുങ്ങി നിൽക്കുന്ന അത്ര വെള്ളം ഒഴിച്ച് അതിലേക്ക് ഒരു കപ്പ് ഇടുന്നില്ല ഞാൻ, ഒരു കപ്പിനേലും കുറച്ച് കുറവ് പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടാം. ഇനി ഇതിലേക്ക് ഒരു 3 ഏലക്ക, 3 കരയാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, ഇത്രയും ഇട്ട് നന്നായി ഇളക്കി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് ഒരു വിസിൽ കുക്കറിൽ ഒരു വിസിൽ വരുന്നവരെ വേവിക്കുക. പഞ്ചസാരയൊക്കെ നല്ലോണം അലിഞ്ഞതിന് ശേഷം ഗ്യാസ് ഓണാക്കി കുക്കർ അടച്ച് ഒരു വിസിൽ വരുന്നവരെ വേവിക്കുക. ഇനി ഇപ്പോൾ വിസിൽ വന്നു. ഇനി ഇത് തണുത്തതിന് ശേഷം തുറന്ന് 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് നന്നായി ഇളക്കി, ഈ സമയത്ത് ഈ മുന്തിരിയൊക്കെ നന്നായി ഒന്ന് ആ തവി വെച്ച് നന്നായി ഒന്ന് ഉടയ്ക്കാം. വെള്ളമില്ലാത്ത നല്ല ഉണങ്ങിയ തവി ഉപയോഗിക്കണം. ഞാനിത് ജസ്റ്റ് ഒന്ന് ചെയ്യുന്നുള്ളൂ, ഞാനൊരു ബീറ്റർ വെച്ചൊന്ന് ബീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇനി ഇത് അടച്ചു വയ്ക്കുക. നെക്സ്റ്റ് ഡേ അഗെയിൻ ഈ ടൈമിൽ തന്നെ എടുത്ത്, ഇപ്പം നന്നായി ഈസ്റ്റെല്ലാം നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇത് സെക്കൻഡ് ഡേ ആണ്. തുറന്ന് ഞാൻ ഇളക്കുകയാണ്. നന്നായി ഇളക്കി മൂടി വയ്ക്കുക. പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും വയ്ക്കരുത്, ബോട്ടിലോ അല്ലെങ്കിൽ പാത്രത്തിൽ. സ്റ്റീൽ അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിലിൽ വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇത് അടച്ചു വയ്ക്കുക. എഗെയിൻ നെക്സ്റ്റ് ഡേ എടുത്ത്, ഇപ്പോൾ 3rd ഡേ ആയി. അപ്പോൾ ഞാൻ ഇനി അരിച്ച് ബോട്ടിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടത് ഒന്ന് ബീറ്റർ വെച്ചൊന്ന് ബീറ്റ് ചെയ്ത് അരിച്ച് ബോട്ടിലിൽ, ഗ്ലാസ് ബോട്ടിലോ നിങ്ങൾ ഏതിലാണോ, ഭരണിയാണോ ഏതിലാണെങ്കിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുക. എന്ത് ഈസിയാണ് നോക്ക്. 3 ദിവസം കൊണ്ട് വൈൻ റെഡിയായി. നല്ല ടേസ്റ്റിയായ വൈൻ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ഇത്ര ഈസി ആയിട്ട് വൈൻ നിങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയുമായി കാണാം.